മിഷനറി എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് നമ്മൾ നോക്കിക്കാണുന്നത്, പ്രത്യയശാസ്ത്ര ലോകം എന്ന് പറയുന്നത് അംബേദ്കർ. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നതും അംബേദ്കറാണ്. അതുകൊണ്ടാണ് അംബേദ്കർ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ത്യ ലോകത്തെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ മുഴുവൻ, അത് ഇന്ത്യ രാജ്യം എന്നല്ല ലോകരാജ്യങ്ങൾ പോലും അംബേദ്കറെ ഐക്കണായി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അതുകൊണ്ടാണ് അംബേദ്കർ വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ ആ പ്രത്യയശാസ്ത്ര ലോകത്തെ കാലഘട്ടത്തിനനുസരിച്ച് വിപുലീകരിക്കേണ്ടതുണ്ട്. ആ ഒരു വിമർശന ലോകം ആണ് നമ്മളൊരു 2-3 മാസം മുമ്പ് ചാനലിലൂടെ കണ്ടിട്ടുള്ളത്. ടി.എസ്. ശ്യാംകുമാറും കവിക്കാടും അതുപോലെ തന്നെ മറുപക്ഷത്ത് നിന്ന് പുള്ളിയുടെ പേരെന്തായിരുന്നു, ഒരു അംബേദ്കർ ക്രിറ്റിസിസം നടന്നിട്ടുണ്ടായിരുന്നു, ശ്രീജിത്ത് പണിക്കർ, തമ്മിലുള്ള ഒരു ചർച്ച അതിൻ്റെ ഉദാഹരണമാണ്. അവിടെ എത്രത്തോളം നമ്മൾ അതിനെ കവറപ്പ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും തീരുമാനമാവാത്തതാണ്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രത്തെ നമ്മൾ ഇനിയും കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് തേച്ചു നിൽക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇന്റലിജൻഷ്യ ആവശ്യമാണ്. ഞാനത് പറയുന്നത്, ലോകത്തെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പ്രവർത്തനങ്ങളും നിലനിൽക്കുന്ന അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് പ്രത്യയശാസ്ത്രം ഇല്ലാത്ത ഒരു ഗ്രൂപ്പും മുന്നോട്ട് പോയിട്ടില്ല, പോവുകയില്ല. അതുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം പടർന്ന് പന്തലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത് സാധാരണ ജനങ്ങളിലാണ് അത് വിത്തുവാങ്ങിയത് എങ്കിലും അതിൻ്റെ പില്ലറുകളായി നിന്നത് മുഴുവൻ അതിൻ്റെ ഇന്റലിജൻസ് ആയിരുന്നു. ആ പില്ലറിലാണ് ഇത് പടർത്തുന്നത്. അതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു പുതിയ നിയമം കൊണ്ടുവരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു കരാർ സർക്കാർ തലത്തിൽ ഉണ്ടാവുന്ന സമയത്ത് അവരതിനെ ഉരച്ചു നോക്കിയിട്ടുള്ളത് ആ മാർക്സിയൻ ഫിലോസഫി വെച്ചുകൊണ്ടായിരുന്നു എന്നാണ്. ഇന്ന് ഒരിക്കലൊക്കെ തന്നെ ഒറ്റ കാലത്ത് എന്ത് പറഞ്ഞാലും ഗാട്ടി കരാർ വന്നപ്പോഴൊക്കെ തന്നെ അതിനെ മാർക്സിയൻ ഫിലോസഫിയിൽ ഉരച്ചു നോക്കിയിട്ടാണ് ഇത് നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ഒരകല്ല് എല്ലാ സംസ്ഥാനങ്ങൾക്കും. അതുകൊണ്ട് നമ്മൾ പുതുതായി വരുന്ന നിയമങ്ങളെയും നടപടികളെയും പുത്തൻ ആശയങ്ങളെയും ഒക്കെ തന്നെ ഉരച്ചു നോക്കേണ്ട ഒരു പ്രത്യയശാസ്ത്ര ലോകം ആണ് അംബേദ്കറിസം എന്ന് പറയുന്നത്. അവിടെ ഉരച്ചു നോക്കാം. അതുകൊണ്ട് അങ്ങനെ ഉരയ്ക്കാൻ പാകത്തിലുള്ള ഒരു ഇന്റലക്ച്വൽസിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ വിമോചനം സാധ്യമാകൂ. ഞാനത് പറഞ്ഞു വരുന്നത്, ഒരു 10, 20, 25 വർഷം മുമ്പേ നമ്മൾ ഒരു സംവാദം ചെയ്ത പോലെയോ പോരാ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാണ്. അത് പോരാ. ഇന്റലിജൻസിയെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ഒരു പബ്ലിക് ഇഷ്യൂവിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് തിരുവനന്തപുരത്തും കൊല്ലത്തും കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളിൽ ഒരേപോലെ ഉള്ള വോയിസുകൾ എത്താൻ പറ്റും.